ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നേ കുറച്ച് ഒതുക്കലും പിടിക്കലൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മൾ പുതിയ റൂമിലേക്ക് വന്നപ്പോൾ ഉണ്ടായ കുറച്ച് മാറ്റങ്ങളും അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കലും കുറേ സാധനങ്ങൾ അവിടെയൊക്കെ കൊണ്ട് മാറ്റി വയ്ക്കലും പ്ലേസ് ചെയ്യലും ഒക്കെയാണ്. പെയിൻറ്റിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ടെടുത്ത ഒരു വീഡിയോ ആണ്, കുറച്ച് ക്ലിപ്സാണ്. അതാണ് ഞാൻ കുറച്ച് സമയം കൊണ്ട് വെറും 3-4 മിനിറ്റ് കൊണ്ട് കാണിക്കാൻ പോണേ കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പഴയ റൂം. ഇതൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് റൂമും അങ്ങനെ കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് അല്ല, ഒക്കെ എല്ലാം കൂടി ഒരു വലിയൊരു ഹോള്, പിന്നെ നമുക്ക് കിച്ചൺ വാഷ്റൂം സെപ്പറേറ്റ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡ് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ സ്റ്റുഡ് വരുമ്പോൾ മാറാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ എടുത്തത്. ഇവിടെ പിന്നെ കുവൈറ്റിലാണെങ്കിൽ ചെറിയ റൂമാണെങ്കിലും വലിയ റൂമാണെങ്കിലും പഴയ റൂമാണെങ്കിലും പുതിയ റൂമാണെങ്കിലും എല്ലാം നല്ല പൈസയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാറാൻ വേണ്ടിയിട്ട് എല്ലാം ഒതുക്കലും പിടിക്കലൊക്കെയാണ്. ഇടയ്ക്ക് സ്റ്റുഡ് വന്ന് ഹെൽപ്പ് ചെയ്യും, പിന്നെ ഞാൻ പറയും അവിടെ പോയിരുന്ന പോലെ ഞാൻ ചെയ്യാമെന്ന്. അങ്ങനെ എല്ലാം ഒതുക്കി പറക്കണ കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു ദിവസം കൊണ്ടല്ല, കുറേ ദിവസങ്ങൾ കൊണ്ടൊക്കെ ചെയ്തതാണ് കേട്ടത്. അങ്ങനെ നമ്മൾ കുറേ ട്രിപ്പായിട്ട് പുതിയ റൂമിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ വലിയൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്, വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ആ കുഞ്ഞു റൂമിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കൊണ്ട് ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലീവാണല്ലോ, അപ്പോൾ എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടിട്ടില്ല. പക്ഷേ ഒരു 3-4 ദിവസം കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്തു കേട്ടോ. എല്ലാം ഓക്കെ ആക്കി. പിന്നെ പെയിൻറ്റിങ് മാത്രമാണ് അവസാനത്തേക്ക് വെച്ചോളൂ. പിന്നെ നമ്മുടെ കയ്യിൽ ഒതുക്കി കഴിഞ്ഞപ്പോൾ കുറേ ഫോട്ടോസ് കിട്ടി. ആക്ച്വലി ഇത് ജനുവരിയിലുള്ള ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു അങ്കിള് വന്നായിരുന്നു. അപ്പോൾ അങ്കിളിൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ചതാണ് കേട്ടോ. ഒരു A3 സൈസ് പേപ്പറിൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ വെച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ആക്ച്വലി കുറേ ഫോട്ടോ ഉണ്ടായി, കുറച്ചധികം ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, വാളിൽ ചെറിയൊരു വിൻഡോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രെയിം വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ഉള്ളിലേക്ക് തള്ളിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചാൽ എന്തായാലും നമുക്ക് ഫോട്ടോസ് ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഡബിൾ സെറ്റപ്പ് കഴിഞ്ഞ് പോയി, പിന്നെ അച്ഛൻ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം 2-3 പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇത് എങ്ങനെയായിട്ട് ചെയ്തേടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ചോദിച്ചായിരുന്നു എൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് കേട്ടോ. അങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു ടിവിയുടെ സെറ്റ് ഉണ്ടായിരുന്നു. ടിവിയുടെ സൈഡിൽ നമ്മൾ ബ്ലാക്ക് അവസാനം അടിച്ചിട്ടുണ്ട് കേട്ടോ, അത് അവസാനം കാണാതെ. പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു. പെയിൻറ്റിങ് വല്ലാത്തൊരു ട്രാജഡി തന്നെയായിരുന്നു. കാരണം നമുക്ക് ഇഷ്ടംപോലെ മാറ്റി നമ്മൾ കുറേ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ റൂം നമ്മൾ ചെയ്യുന്നു, അവരാരും വിളിച്ചൊന്നും ചെയ്യിപ്പിച്ചില്ല കേട്ടോ. അവർ വൈറ്റ് പെയിൻ്റ് അടിച്ച് തന്നായിരുന്നു. റൂമിൽ വന്നപ്പോൾ വൈറ്റ് പെയിൻ്റ് ആയിരുന്നു. ആക്ച്വലി റൂം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെ മോശമായിരുന്നു. പരിതാപകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഉരച്ച് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 1.5 ആഴ്ച തന്നെ എടുത്തായിരുന്നു ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ റൂം കിടന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ പുതിയ റൂം തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെയിൻറ്റ് ഇതായിരുന്നു, നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പാത്രം കഴുകണം ബ്രഷ് വെച്ചിട്ട്. നമ്മൾ വിചാരിച്ച കളർ തന്നെ ഫസ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ സുഡു പിങ്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിങ്കൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഇഷ്ടത്തിന് പിങ്ക് അടിച്ചതാണ്. പക്ഷേ അവസാനം നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ഞങ്ങൾ മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് വാൾ സ്റ്റിക്കർ റൂബിക്കോട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിച്ച് വെച്ചായിരുന്നു. നല്ല വാൾ സ്റ്റിക്കർ ആയിരുന്നു, പക്ഷേ നല്ല പശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് മാറ്റിയായിരുന്നു. അതിൻ്റെ സൈസ് എന്താ നമുക്ക് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരാളുടെ കൈ കഴുകിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈയൊക്കെ കഴുകി ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അവസാനത്തെ സുഡു വന്ന് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും മാറ്റി പുട്ടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കൈ കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് പരത്തി ചെറിയൊരു പുട്ടി വർക്ക് ചെയ്തു കേട്ടോ. അവസാനത്തെ ഇതാണ് കാണുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ആക്ച്വലി ഈ കളർ വന്നത് നമ്മൾ വിചാരിച്ച പോലും ഇല്ല. ആക്ച്വലി നമ്മൾ മുന്നടിച്ച കളർ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ നൈറ്റ് ആയിരുന്നു നമ്മളത് മിക്സ് ചെയ്ത്. ഒരു 10:30 കഴിഞ്ഞു, എല്ലാം നൈറ്റ് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പം നമുക്ക് കളർ വാങ്ങാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. ആ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ കളർ തന്നെ അടിച്ചാണ് കേട്ടോ. അവസാനം ഈ ഡാർക്ക് സ്കൈ ബ്ലൂ തീമിലേക്ക് വന്നു. നമ്മൾ പിന്നെ വിചാരിച്ചു ഒരു വെറൈറ്റി ഇരിക്കട്ടെ, എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മാറ്റാം, നമ്മളെ റൂമല്ലേ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.